അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് PRE 3D. ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ ഒബ്ജക്റ്റീവ് എലമെൻ്റാണ്, കമ്മിറ്റ്മെൻ്റാണ്. നമുക്ക് പേഷ്യൻ്റ് കണ്ടീഷൻ ടൈംലി മാനറിൽ എക്സ്പ്ലെയിൻ ചെയ്യണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റെസിസ്ട്രേഷൻ റിക്വസ്റ്റൊക്കെ, അതായത് ഒരു വളരെ കഷ്ടത്തിൽ ജീവനിൽ ഒരു അവസ്ഥയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരാളിനെ ബോധാവസ്ഥയിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് നമുക്ക് വിട്ടുകളയുക, ഇനി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല എന്ന് തീരുമാനിക്കുക. ഇതൊക്കെ കൃത്യമായൊരു ഫാമിലി മെമ്പേഴ്സിന് കൗൺസിലിംഗ് കൊടുത്ത് എടുക്കേണ്ട തീരുമാനങ്ങളാണ്. ചിലപ്പോൾ വളരെ കാലമായി കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻ്റ് ആയിരിക്കും, ഇനി ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് ഉണ്ടാകില്ല. അതിൽ മാത്രമല്ല കേട്ടോ, സാധാരണ ട്രീറ്റ്മെൻറ്റുകളുടെ വേരിയേഷൻസ് പോലും റെഗുലറായിട്ടുള്ള ഇൻ്റർവെൽസിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് മനസ്സിലാക്കണം, അവരെ കൗൺസിൽ ചെയ്യണം. ഇതാണ് സാഹചര്യം എന്നുള്ളത്. PRE 3D, the patient and her family members are explained about any changes in the patient condition in a timely manner. അത് പോസിറ്റീവ് ചേഞ്ചസ് ആണെങ്കിലും എസ്പെഷ്യലി നെഗറ്റീവ് ചേഞ്ചസ് ആണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് കൗൺസിലിങ്ങിനകത്ത് ഇത് ഇൻക്ലൂഡ് ചെയ്യണം. അവരുടെ തീരുമാനങ്ങൾ നമുക്ക് പറയാൻ ഉള്ള അവസരം കൊടുക്കണം. അത് എത്തിക്കലായിരിക്കണം, നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ലീഗലായിരിക്കണം. നമുക്കത് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ എത്തിക്കൽ ലീഗൽ ആസ്പെക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ടൊരു ഡിസിഷൻ എടുക്കുന്നതിന് നമ്മളോട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് സഹായിക്കാം. PRE 3D, the patient or family members are explained about any changes in the patient condition in a timely manner.